നമ്മൾ ഈ അടുക്കളയിൽ ഉണ്ടാക്കുന്ന മിക്ക കറികളുടെ ബേസ് എന്ന് പറയുന്നത് പരിപ്പും തക്കാളിയാണ്. അപ്പോൾ ഒരു കുക്കറിൽ 1/2 കപ്പ് വെള്ളത്തിൽ ഒരു 1/4 ഗ്ലാസ് പരിപ്പും 2 പഴുത്ത തക്കാളി ഇട്ട് 2 വിസിലടിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ റെഡിയായ മിക്സിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് പച്ചക്കറി കഷ്ണങ്ങളാണ്. പച്ചക്കറി കഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളരിക്ക, കുമ്പളങ്ങ, പടവലങ്ങ, ചെരങ്ങ, കായ, കൈപ്പയ്ക്ക. ഇനി വേറെ ഏതെങ്കിലും ഇടാൻ പറ്റിച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. ഇതെല്ലാം കൂടെ ഒപ്പിടണം എന്നല്ല ഞാൻ പറയണത്. ഇതിലേതെങ്കിലും ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഒരിക്കലും മഞ്ഞൾപ്പൊടി അധികം ആവരുത്. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓക്കെ, ഇതും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് വിസിലടിപ്പിക്കാം. കുറച്ച് തേങ്ങ അരച്ച് ചേർക്കണം. അതിനായി 1 മുറി തേങ്ങ ചിരവിയത്, 2 ചെറിയുള്ളി, കുറച്ച് ജീരകം നന്നായി അരച്ചെടുത്ത് ഈ കറിയിലേക്ക് ഒഴിക്കുക. ഒന്ന് തിളച്ച ശേഷം മാറ്റി വയ്ക്കുക. അതിനുശേഷം മറ്റൊരു ചട്ടി എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ നല്ല 2 ഉണക്കമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാവും. അതിങ്ങനെ കടുക് പൊട്ടി വരുമ്പോൾ അതെല്ലാം കൂടി കറിയിലേക്ക് ഒഴിക്കുക. നമ്മുടെ കറി റെഡി. പുളി ഒഴിച്ച് നമ്മൾ കറി വെക്കാറുണ്ട് കേട്ടോ, ഓപ്ഷണലാണ്. അതുപോലെ തന്നെ പച്ചമുളക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറി വല്ലാതെ ചുവന്ന് പോവില്ല. പിറകെ കാണുന്ന വീഡിയോ നിമ്മീസ് കിച്ചണിൽ നിന്ന് ഈ പറഞ്ഞ വിധത്തിൽ ചിരങ്ങ കറി ഉണ്ടാക്കിയതാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ചെറുള്ളി കൂടി ചേർത്തിട്ടാണ് നമ്മൾ വറുത്തിടുന്നത്. ചിരങ്ങക്കറി വറുത്തിടുന്ന സമയത്ത് ചെറുള്ളി കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആവും. ഇതിലുള്ള വീഡിയോ 30 ആൾക്ക് ഉണ്ടാക്കുന്ന കറിയാണ്, അതല്ല കേട്ടോ മെഷർമെന്റ്. അപ്പോൾ ഒറ്റ വീഡിയോ തന്നെ 8ഓളം കറികൾ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. വീണ്ടും കാണാം. ബൈ.